നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 391 എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് മാതൃഭൂമി ബുക്സും കേരള മീഡിയ അക്കാദമിയും ചേർന്ന് പുസ്തകാവതരണവും ചർച്ചയും സംഘടിപ്പിച്ചു. ശ്രീകുമാർ AG രചിച്ച മലയാള പുസ്തക ചരിത്രം എന്ന പുസ്തകത്തെ മുൻനിർത്തിയായിരുന്നു ചർച്ച. മനുഷ്യൻ നിർമ്മിച്ച പുസ്തകം മനുഷ്യനെ എങ്ങനെ നിർമ്മിച്ചു എന്ന വിഷയത്തിൽ ഇദ്ദേഹം സംസാരിച്ചു. റീഡർ വന്നതിന് ശേഷമാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും പുസ്തകത്തിന്റെ ഒരു സാംസ്കാരിക അന്വേഷണങ്ങൾ എന്ന നിലയിലുള്ള ഒരു ചർച്ച വരുന്നത്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പുസ്തക ചരിത്രത്തെ കുറിച്ചിട്ടുള്ള വിജ്ഞാനമൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10-20 വർഷത്തിന്റെ അടുത്തായിട്ടുള്ളൂ. ഇന്ത്യയിലെ പല ഭാഷകളിലും നിരവധി ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. സമയപരിമിതിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ക്രോണോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് നൽകാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പുസ്തക ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിലെ ചില കൗതുകങ്ങളും ആ കൗതുകങ്ങൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ ദേശീയതയും കേരളത്തിൻ്റെ പുസ്തക സംസ്കാരത്തെയും ഒക്കെ നിർമ്മിച്ചെടുത്തെന്നുള്ള ആ കൗതുകങ്ങളെ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കൗതുകങ്ങളും ഒരു പുസ്തക ചരിത്രം എഴുത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ പുസ്തകം ദേശീയതയുടെ നിർമ്മിതിയാണ്, അല്ലെങ്കിൽ പുസ്തകം പൊതുമണ്ഡല രൂപീകരണത്തിന് സഹായിച്ച ഏറ്റവും വലിയ വിനിമയ ഉപാധിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ചെറിയ കഥകളിലൂടെ എങ്ങനെയാണ് ദേശീയതയുടെ ഫോർമേഷനിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിലൊക്കെ പുസ്തകം ഇടപെട്ടത് എന്നൊക്കെ ഉള്ള ഒരു വിശദീകരണത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ആദ്യ പുസ്തകം വന്നിട്ട് 200 വർഷം കഴിഞ്ഞു. അച്ചടിച്ച ആദ്യ മലയാള പുസ്തകം വന്നിട്ട് 250 വർഷം കഴിഞ്ഞു. 1772 സംക്ഷേപ വേദാർത്ഥം എന്നുള്ള കൃതിയാണ് മലയാളത്തിന്റെ പ്രസാധക ചരിത്രത്തിലെ ആദ്യ പുസ്തകം. വൈജ്ഞാനിക പുസ്തകങ്ങളാണ് മലയാളത്തെ മലയാളമായി നിലനിർത്തിയതെന്നും സാഹിത്യ പുസ്തകങ്ങൾ ഇവയ്ക്കുമേൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. കേരള മീഡിയ അക്കാദമി വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു വായനക്കാരും ചർച്ചയിൽ പങ്കെടുത്തു. മീഡിയ അക്കാദമി ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി MS വിഷ്ണുദാസ് പുസ്തകാവതരണം നടത്തി. അത് കേവലമായ ചരിത്ര വിവരണമല്ല. മലയാളം എന്ന് പറയുന്ന ഒരു നാടിനെ, കേരളം എന്ന് പറയുന്ന ഒരു നാടിനെ ഒരു വിദ്യ എങ്ങനെ പരിണമിപ്പിച്ചെടുത്തു ഇന്ന് കാണുന്ന രീതിയിൽ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ടും അഭിമാനിക്കാറുണ്ടല്ലോ. ഇന്ത്യയിലെ വലിയ ഭാഷകളെന്ന് നമ്മൾ പറയുന്ന ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകളെക്കാൾ അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ മലയാളത്തിൽ അച്ചടിക്കുന്ന പുസ്തകങ്ങൾ വിറ്റുപോകുന്നുണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പുസ്തക പ്രസാധനത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ. അപ്പൊ ആ ഒരു നിലയിലൂടെ നമ്മൾ കാര്യം മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ അച്ചടി എന്ന് പറയുന്ന മാധ്യമം രൂപപ്പെടുത്തി എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ലോകത്തിന് പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഒരു ദിവസം ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ മാതൃഭൂമി ബുക്സ് പ്രതിനിധി ജോസ് സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. പോയ വാരം മാധ്യമങ്ങളിൽ കണ്ട വാർത്താ ചിത്രങ്ങളെക്കുറിച്ച് മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം അധ്യാപകൻ B ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. വേനൽ കനക്കുകയാണ്. അതിൻ്റെ വ്യത്യസ്ത ചിത്രങ്ങൾ പത്രങ്ങളിൽ കണ്ടു. കാസർഗോഡ് നിന്നുള്ള ഒരു വേനൽ കാഴ്ച മനോരമയിൽ കണ്ടു. വേനൽ വര എന്ന ക്യാച്ച് വേർഡിൽ പ്രസിദ്ധീകരിച്ച ആ ചിത്രം അഭിജിത്ത് രവിയാണ് ക്യാമറയിൽ പകർത്തിയത്. കനത്ത വേനലിൽ പൈനാപ്പിൾ തോട്ടത്തിലെ പൂക്കൾ കരിഞ്ഞു പോകാതിരിക്കാൻ മറകെട്ടി സംരക്ഷിക്കുന്നതിൻ്റെ അരവിന്ദ് ബാല പകർത്തിയ ചിത്രവും മനോരമയിൽ കണ്ടു. തിരുവനന്തപുരം കോവളം ബൈപ്പാസിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കണ്ട ഒരു വേനൽ കാഴ്ച മാധ്യമം പത്രത്തിൽ കണ്ടു. ദൂരെ നിന്ന് നോക്കിയാൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന മരീചികയുടെ പ്രതീതി സൃഷ്ടിക്കുന്ന ആ ചിത്രം ഫോട്ടോഗ്രാഫർ P ബിജുവാണ് ക്യാമറയിൽ പകർത്തിയത്. ജലദൗർലഭ്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ നഗരസഭ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു കാഴ്ച മലയാള മനോരമയിൽ കണ്ടു. കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം കോഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീലക്ഷ്മി ശിവദാസാണ് ആ ചിത്രം പകർത്തിയത്. പോയ വാരമുണ്ടായ 2 അപകടങ്ങൾ കേരളത്തെയും തമിഴ്നാടിനെയും കണ്ണീരിലാഴ്ത്തി. തമിഴ്നാട് വാൽപ്പാറയിലുണ്ടായ റോഡപകടത്തിൽ മലയാളികളായ 7 അധ്യാപകരും ഒരു കുട്ടിയും മരിച്ചു. അവരുടെ മൃതദേഹങ്ങൾ സ്വദേശമായ മലപ്പുറത്ത് എത്തിച്ചപ്പോഴുള്ള വിവിധ ദൃശ്യങ്ങളായിരുന്നു പത്രത്താളുകളിൽ നിറയെ. തമിഴ്നാട് വിരുദുനഗറിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 23 പേരാണ് മരണപ്പെട്ടത്. അതിൻ്റെ വ്യത്യസ്ത കാഴ്ചകൾ മാധ്യമങ്ങളിൽ കണ്ടു.
സ്കൂൾ തുറക്കും മുമ്പ് തന്നെ കേരളത്തിൽ പാഠപുസ്തകങ്ങൾ തയ്യാറായി. അത് വിതരണം ചെയ്യാൻ തിരുവനന്തപുരം SME സ്കൂളിൽ ഒരുക്കങ്ങൾ നടക്കുന്ന സുമേഷ് ചെമ്പഴന്തി പകർത്തിയ ദൃശ്യം പത്രത്തിൽ കണ്ടു. ഇസ്രായേലിൻ്റെ യുദ്ധം ഇപ്പോൾ ലെബനനിലാണ്. ബോംബാക്രമണത്തിൽ പാതി തകർന്ന ബാർബർ ഷോപ്പിൽ ഒരു ബാർബർ തൻ്റെ തൊഴിൽ ചെയ്യുന്ന ദൃശ്യം പത്രത്തിൽ കണ്ടു. യുദ്ധകൊതിയന്മാരുടെ ആർത്തിയും പകയും ഇനി എന്ന് അവസാനിപ്പിക്കുമോ ആവോ. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഫലം അറിയുക എന്നത് വോട്ടറുടെ അവകാശമാണ്. എന്നാൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം ആഴ്ചകളോളം നീളുന്നത് ശരിയോ? പ്രമുഖ നിയമവിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത് കേൾക്കാം. മത്സരം കഴിഞ്ഞാലുടൻ ഫലം അറിയുക എന്നുള്ളതാണ് ഏത് മത്സരത്തിൻ്റെയും പ്രത്യേകത. പക്ഷെ തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് ഒരു ജനാധിപത്യത്തിലെ വമ്പിച്ച മത്സരമാണ്. നമ്മുടെ കാര്യത്തിൽ നമ്മൾ ജനവിധി എന്ന് ആലങ്കാരികമായി പറയപ്പെടുന്ന ആ വിധി രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കുറേയായി. ഏപ്രിൽ 9 ജനവിധി. അതെന്ത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇനി മെയ് 4 വരെ കാത്തിരിക്കണം. ആ കാത്തിരിപ്പ് അതീവമായ ഒരു ദുസ്സഹമായ അവസ്ഥയാണ്. പക്ഷെ നിവൃത്തിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന തീയതി മെയ് 4 ആണ്. ഏപ്രിൽ 9 നമ്മൾ എന്താണ് രേഖപ്പെടുത്തിയത് എന്നറിയുന്നതിന് മെയ് 4 വരെ കാത്തിരിക്കണം എന്ന് അർത്ഥം. ഈ വേഗവോളം കാത്തിരിക്കാമെങ്കിൽ പിന്നെ 6 കാത്തിരുന്നുകൂടെ? വേവോളം കാത്തിരിക്കാമെങ്കിൽ 6 കാത്തിരിക്കുന്നുകൂടെ എന്ന ചോദ്യം, അത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ കാത്തിരിക്കുന്നതിൻ്റെ ഒരു വിഷമം, നമുക്ക് എത്രയും പെട്ടെന്ന് ഫലം അറിയണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. മാധ്യമങ്ങളുടെ പ്രശ്നവും അത് തന്നെയാണ്. വോട്ടെടുപ്പിന്റെ അന്നുവരെ മാധ്യമങ്ങൾ പലതരത്തിലുള്ള നിഗമനങ്ങളിലും സർവേ ഫലങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പലതും പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് രേഖപ്പെടുത്തി കഴിഞ്ഞു, അത് പെട്ടിയിൽ ആയിക്കഴിഞ്ഞു, വളരെ ഭദ്രമായി സ്ട്രോങ് റൂമുകളിൽ അത് സുരക്ഷിതമായി അടക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ, ഒരു എക്സിറ്റ് പോൾ എന്നൊക്കെയുള്ള ഫലപ്രഖ്യാപനമൊക്കെ മാധ്യമങ്ങൾ പണ്ട് നടത്തുമായിരുന്നു. ഇപ്പൊ അതും പാടില്ല എന്ന് വിലക്കുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത്, ജനവിധി എന്ത്, ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ കിട്ടുന്നതിനുള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. മാധ്യമങ്ങൾക്കും സ്വാഭാവികമായും എന്നാൽ മെയ് 4 വരട്ടെ എന്ന് കരുതി കാത്തിരിക്കാൻ കഴിയില്ല. അവർക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും, എന്തിന് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് പോലുമുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ തൊഴിലിൻ്റെ, അത് മാധ്യമങ്ങളെ സംബന്ധിക്കുന്ന സവിശേഷമായ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വാൽപ്പാറയിലെ അപകടം, ഒറ്റ തിരിഞ്ഞതും അല്ലാത്തതുമായ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ വന്നു കയറുന്നത് കൊണ്ട് ചാനലുകളൊക്കെ അവരെ വാർത്താ സമയമൊക്കെ സജീവമാക്കി മാറ്റുന്നുണ്ട്. അത് സ്വാഭാവികവുമാണ്. കാരണം വാർത്തകളുടെ പോരായ്മ കൊണ്ട് ഒരു മാധ്യമവും പ്രവർത്തിക്കാത്ത അവസ്ഥ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. BBC-യുടെ പ്രവർത്തനത്തിന്റെ ആദ്യകാലത്ത് എപ്പോഴോ ഒരിക്കൽ, ഇന്ന് പ്രസക്തമായ വാർത്തകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞതായി ഒരു കേട്ടുകേൾവിയുണ്ട്. അതിനപ്പുറം വാർത്താ ദാരിദ്ര്യ നിമിത്തം ഒരു മാധ്യമത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതായി കേട്ടുകേൾവി പോലുമില്ല. അതാണ് അവസ്ഥ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള ആകാംക്ഷ, ഒരു വീർപ്പുമുട്ടൽ, അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകുകയുള്ളൂ.
1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി പെട്ടികളൊക്കെ ബൂത്തുകൾ സ്ട്രോങ് റൂമുകളിൽ ആയതിനു ശേഷം ഉള്ള കാത്തിരിപ്പ് ഇതുപോലെ ദീർഘമായ കാത്തിരിപ്പായിരുന്നില്ല. എങ്കിൽ പോലും ഒന്നും സംഭവിക്കാതെ അനാശാസ്യമായ ഒന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയും ജനങ്ങളും പ്രവർത്തകരും ഒക്കെ തമ്പടിച്ച ആ സ്ട്രോങ് റൂമുകളിൽ ഇരിക്കുന്ന കെട്ടിടങ്ങളുടെ മുന്നിൽ തമ്പടിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നമുക്കങ്ങനെ ആശങ്കയായിരുന്നു, എന്തെങ്കിലും ഒരു അട്ടിമറി തിരിമറി അവിടെ നടന്നേക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ബൂത്ത് ക്യാപ്ചറിങ് എന്ന വാക്കുകളൊക്കെ നമുക്കറിയാം. അതിനൊക്കെ അപ്പുറത്ത് ചിലതൊക്കെ സംഭവിച്ചേക്കാം എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. അന്ന് ഇപ്പോഴും വളരെ ഒരു സജീവമായ ആവേശം ജ്വലിപ്പിക്കുന്ന ഒരു സംഭവം ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജനാരായൺ, അദ്ദേഹം ആ കൗണ്ടിങ് നടക്കുന്ന സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള പുൽത്തകടിയിൽ മൈതാനത്ത് അണികൾക്കൊപ്പം ഇരിക്കുകയായിരുന്നു. ഒരു ഘട്ടമെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി തോൽക്കുന്നു എന്ന ഘട്ടമെത്തിയപ്പോൾ കൗണ്ടിങ് നിർത്തിവെച്ചു. അന്ന് തന്റെ അനുയായികൾക്കൊപ്പം തന്റെ പ്രസിദ്ധമായ ആ പച്ച നിറത്തിലുള്ള തലക്കെട്ടും കൈലേസ്, ആ സ്റ്റീൽ സ്റ്റിക്കുമായി രാജനാരായണൻ എഴുന്നേറ്റ് ആ സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച്, അതൊക്കെ ഐതിഹാസികമായ സംഭവങ്ങളാണ്. അദ്ദേഹം ബലം പ്രയോഗിച്ച് നിർബന്ധമായി വോട്ട് എണ്ണിച്ച് ഇന്ദിരാഗാന്ധിയുടെ പരാജയം പ്രഖ്യാപിച്ചു, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മറ്റൊരു സ്ഥലത്ത് ജോർജ് ഫെർണാണ്ടസ്, ബറോഡ ഡൈനാമൈറ്റ് കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട ജോർജ് ഫെർണാണ്ടസ്, അദ്ദേഹം ജയിലിൽ കിടന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അദ്ദേഹത്തിന്റെ ആ കൗണ്ടിങ് നടക്കുമ്പോൾ, മുസഫർ നഗറിൽ ആ കൗണ്ടിങ് നടക്കുമ്പോൾ, ഡൈനാമൈറ്റ് കേസിലെ പ്രതി എന്ന നിലയ്ക്ക് ചങ്ങലയാൽ ബന്ധിതനായി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജോർജ് ഫെർണാണ്ടസ് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത ഉച്ചഭാഷണിയിലൂടെ കേൾക്കുന്നത്. ചങ്ങലയിൽ ബന്ധിതനായി ജോർജ് ഫെർണാണ്ടസിനെ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുവന്ന പോലീസുകാർ മുകളിൽ നിന്ന് ഒരു ഉത്തരവിന് വേണ്ടിയും കാക്കാതെ ആ ചങ്ങലകൾ അഴിച്ചു എന്നാണ് കഥയല്ല, അന്ന് സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ ജനവിധി എന്ന് പറയുന്നതിൽ അതിന്റെ ശക്തി നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനോ നിർണയിക്കാനോ കഴിയുന്ന ഒന്നല്ല. ജനാധിപത്യത്തിൽ ജനശബ്ദത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞൊപ്പിക്കാൻ കഴിയാത്തതിനും അപ്പുറത്താണ്. പക്ഷേ ഈ ജനവിധി അറിയുന്നുള്ള അവകാശം നമുക്കില്ലേ? നമ്മൾ വോട്ടർമാർ എന്ന നിലയ്ക്ക്, ഏപ്രിൽ 9 വോട്ട് ചെയ്ത സമ്മതിദായകർ എന്ന നിലയ്ക്ക് നമ്മുടെ ആ ജനവിധി എന്ത് എന്നറിയുന്നതിനുള്ള അവകാശമുണ്ട്. അതൊരു വലിയ സമ്മർദ്ദമാണ്. നമ്മളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, സ്ഥാനാർത്ഥികൾ മാത്രമല്ല വോട്ടർമാരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇത്രയും ദീർഘമായി അത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വിധി എന്ത് എന്നറിഞ്ഞാൽ അസമിലെ വോട്ടർമാരെ അത് സ്വാധീനിക്കും എന്ന് അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല. പക്ഷെ അത് നമ്മുടെ രീതികൾ അതാണ്. നമുക്ക് പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയായതിനു ശേഷം സാവകാശത്തിൽ ജനവിധി എന്ത് എന്ന് അറിയുന്നതിനുള്ള അവസരം മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആരെ സ്വാധീനിക്കും എന്നതിനപ്പുറം അതാണ് രീതി. അവിടെ ഒരു പ്രശ്നമുള്ളത്, പണ്ട് കടലാസിൽ ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ ആ കടലാസുകൾ ചൂണ്ടുവിരൽ വെള്ളത്തിൽ നനച്ച് എണ്ണിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഓരോ പെട്ടിയും എടുത്താൽ, ഓരോ ബൂത്തിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം എടുത്താൽ
ഒരു വിരലമർത്തിയാൽ നമുക്കറിയാം എത്ര വോട്ട് കിട്ടി, ആർക്കാണ് ഭൂരിപക്ഷം എന്നുള്ളത്, ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര വോട്ട്. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിട്ടും നമുക്ക് ഇത്രമാത്രം കാലതാമസം കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അത് വളരെ പ്രയാസകരമായ ഒരു അനുഭവമാണ്. എല്ലാ കാര്യങ്ങളും വേഗതയിലാണെങ്കിൽ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചിട്ടുള്ള തിടുക്കം നമുക്കൊരു സാവകാശവുമില്ല. നമ്മൾ ആ ബൂത്തിലേക്ക് കടക്കുക, നമ്മളവിടെ വിരലമർത്തുക. ആ തിടുക്കം വോട്ട് എണ്ണുന്ന കാര്യത്തിൽ കൂടി ഇലക്ഷൻ കമ്മീഷന് കാണിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജനാധിപത്യം കൂടുതൽ സജീവമായി എന്ന് പറയാൻ കഴിയുക. വാർത്തകൾക്കെന്ന പോലെ ദൈനംദിന ജീവിതത്തിൽ നാം പാലിക്കേണ്ട ജാഗ്രതയ്ക്കും അർഹമായ പരിഗണന നൽകാൻ പത്രങ്ങൾ തയ്യാറാകുന്നു. ഇതേക്കുറിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ സംബന്ധിച്ച വാർത്ത വരുമ്പോൾ പല പത്രങ്ങളിലും വാർത്ത വെറും വാർത്തയായിട്ടായിരിക്കില്ല വരിക. അതിനകത്ത് വീക്ഷണത്തിൻ്റെ ഒരംശം കൂടി കടന്നുകൂടാറുണ്ട്. വളരെ സ്വാഭാവികമായ രീതിയിലായിരിക്കും ഇത് പലരും അവതരിപ്പിക്കുക. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഒരു ബിൽ അവതരണം നടന്നു. 131ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ് അവതരിപ്പിക്കുന്നത്. അത് സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ്. അത് പാസ്സാകാതെ വന്നപ്പോൾ പല പത്രങ്ങളിലും വാർത്തയേക്കാൾ ഉപരിയായി ഒരു ദൗത്യം നടത്തിയ രീതിയിലുള്ള അവതരണമാണ് കണ്ടത്. ദേശാഭിമാനിയിൽ ഒറ്റക്കെട്ടായി തോൽപ്പിച്ചു എന്നായിരുന്നു വലിയ ശീർഷകം. സഭ കടക്കാതെ സ്ത്രീ ശക്തി എന്നായിരുന്നു കേരള കൗമുദി എഴുതിയത്. മനോരമയിൽ അത് മുട്ടുമടക്കി എന്നാണ് വന്നത്. കാരണം 3-2 ഭൂരിപക്ഷം നേടാനായില്ല, അതുകൊണ്ട് മുട്ടുമടക്കി. മാധ്യമം പറഞ്ഞത് മുഖം മൂടി അഴിഞ്ഞു എന്നാണ്. ഇതിനേക്കാളൊക്കെ രസകരമായ ശീർഷകം കണ്ടത് മാതൃഭൂമിയിലാണ്. ബില്ലൊടിഞ്ഞ് സർക്കാരെന്ന്. നടുവൊടിഞ്ഞെന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ബില്ലൊടിഞ്ഞ് എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ ബില്ലൊടിഞ്ഞ എന്നൊരു ആശയം കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം അങ്ങനെ എഴുതിയിട്ടുള്ളത്. പത്രങ്ങൾ സാധാരണ വാർത്തയ്ക്കൊപ്പം മനുഷ്യന് ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ, അതായത് ദൈനംദിന ജീവിതത്തിൽ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പലപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം 8 വയസ്സുള്ള ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവമുണ്ടായി. അതിനുശേഷം പാമ്പുകൾക്കെതിരെയുള്ള ഒരു ജാഗ്രത വേണം എന്ന രീതിയിലുള്ള വാർത്തകൾ എല്ലാ പത്രത്തിലും വരുന്നുണ്ട്. മാളം വിട്ട് പാമ്പ് എന്നാണ് ഒരു പത്രത്തിൽ കണ്ടത്. കാരണം വേനൽക്കാലത്ത് മാളത്തിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്നു എന്ന കാര്യം. മാളമിറങ്ങുന്ന ഭീതി എന്നാണ് മറ്റൊരു പത്രത്തിൽ വന്നത്. അവിടെ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 658 പേർ പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന കാര്യം. മാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പാമ്പിനെ കുറിച്ചാണ് പലരും പറയുന്നത്. മറ്റൊരു പത്രത്തിൽ കണ്ടത് വേറൊരു കാര്യമാണ്. സൂക്ഷിക്കണം ചുമര് കയറുന്ന കൊടും വിഷത്തെ. അതായത് മാളത്തിൽ നിന്നിറങ്ങി തറയിൽ മാത്രമല്ല, വേണമെങ്കിൽ ചുവര് കയറിയും വരുന്ന ഒരു ഇനമാണ് പാമ്പ് എന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. വിഖ്യാത ഗായിക ആശാ ഭോസ്ലെയുടെ നിര്യാണ വാർത്ത രാജ്യമെമ്പാടും വലിയ വാർത്തയായി തന്നെയാണ് വന്നത്. അത്രയേറെ പ്രാധാന്യം അത് അർഹിക്കുന്നുമുണ്ട്. നമ്മുടെ മലയാള പത്രങ്ങൾ കാര്യമായി തന്നെ ഈ വാർത്ത നൽകിയിരുന്നു. അതിൻ്റെ ശീർഷകരചനയിൽ ഏതാണ്ട് ഒരു സമാനത കണ്ടെത്തിയതാണ് ഇവിടെ പറയുന്നത്. രാഗസാഗരം മൗനമായി എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത്. അവിടെ ഇന്ത്യയുടെ ഹൃദയരാഗമായി മാറിയ ഗായിക എന്നാണ് ആശാ ഭോസ്ലെ വിശേഷിപ്പിച്ചത്. 2 പത്രങ്ങളിൽ ഏതാണ്ട് ഒരേ രീതിയിലുള്ള ശീർഷകമാണ് വന്നത്. അതായത് 2 മഷി കൊണ്ട് അച്ചടിക്കുന്ന ആ ഒരു ശൈലി. അനശ്വരം ആശാഗാനം എന്ന് ഒരു പത്രം എഴുതിയിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ അനശ്വരം ആ ഗാനം എന്ന് നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത് ഏത് ഭാവങ്ങളെയും പാട്ടിലേക്ക് ആവാഹിച്ച അനുഗ്രഹീത കലാകാരി എന്നുള്ള രീതിയിലാണ്. ഏത് എന്നൊരു വാക്ക് പ്രയോഗിക്കുമ്പോൾ ഏത് ഭാവത്തെയും എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പക്ഷേ എന്നാൽ പോലും പലപ്പോഴും ഏത് ഭാവങ്ങളെയും എന്ന് ആ രീതിയിൽ ബഹുവചനം കൂടെ ചേർത്ത് പലരും പറയുന്ന ഒരു രീതിയുണ്ട്. അതായിരിക്കാം ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. മറ്റൊരു പത്രത്തിൽ ആശാനാദം ഇനി ഹൃദയങ്ങളിൽ എന്നാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് ആ നാദം ഇനി ഹൃദയങ്ങളിൽ നിന്നും വായിക്കാം. സ്വരമാധുര്യം കൊണ്ട് സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച വ്യക്തി എന്നാണ് അവിടെ പറയുന്നത്. സ്വരമാധുര്യം കൊണ്ട് സംഗീത ലോകത്തെ മാത്രമല്ല സകല ലോകത്തെയും വിസ്മയിപ്പിച്ചു എന്ന് വേണം പറയാൻ. വാർത്താ അവതരണം കൗതുകകരമാകുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. 2 മഷി കൊണ്ട് അച്ചടിക്കുക, ഏതെങ്കിലും 2 വാക്ക് ഒരുമിച്ച് ചേർന്ന് വരുന്ന രീതിയിൽ എഴുതുക, അങ്ങനെ പലതും കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം 2 വാർത്തയ്ക്കായി ഏതാണ്ട് ഒരു ശീർഷകം നൽകുന്ന ഒരു രീതി കണ്ടു.
അവിടെ എഴുതിയിരിക്കുന്നത് മാറില്ല ജഡ്ജി മാറി എന്നാണ്. ഒറ്റയടിക്ക് ശീർഷകം കാണുമ്പോൾ ഇതെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ അവിടെ രണ്ട് വാർത്തയുണ്ട്. ഒരിടത്ത് കേജ്രിവാൾ ആവശ്യപ്പെട്ടതുപോലെ ജഡ്ജി മാറില്ല എന്നാണ് പറയുന്നത്. മറ്റൊരിടത്ത് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വത്തിൻ്റെ കാര്യത്തിൽ ജഡ്ജി മാറി. ഇത് രണ്ടും കൂടെ ചേർത്ത് വാർത്തയാക്കിയപ്പോഴാണ് മാറില്ല ജഡ്ജി മാറി എന്ന് ഒരു ശീർഷകം വന്നത്. കൗതുകത്തിന് വേണ്ടി ചെയ്തതാവാം. സാധാരണമായിട്ട് കൗതുകത്തിന് വേണ്ടിയെന്നല്ല, ഒരു കാര്യം പറയാൻ ചിലപ്പോൾ ഒരു വാക്യം പൂർണ്ണമായി വേണ്ടി വരണമെന്നില്ല. ഒരു വാക്ക് തന്നെ വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം ഒരു പത്രം കാണിച്ചു തന്നു. വാഹനാപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ രക്ഷിക്കാൻ വന്നയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിന് ശീർഷകമായിട്ടിരുന്നത് ഛേ എന്നൊരക്ഷരമാണ്. നാണക്കേട് എന്ന് പറയും പോലെ ഛേ എന്നൊരക്ഷരം. ഛേ എന്ന ആ അക്ഷരത്തിൽ ഉണ്ട് പറയാനുള്ളതും പറയാതെ പോയതും എല്ലാം. വാക്കുകൾ പിരിച്ചെഴുതുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ തവണ വാക്കിലശ്ശേരിയിൽ പറഞ്ഞിരുന്നു. ആ പതിവ് പല പത്രങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആശാ ഭോസ്ലെയുടെ ജീവിതരേഖ എന്നൊരു പത്രത്തിൽ എഴുതി കണ്ടിരുന്നു. അവിടെ രണ്ട് വാക്കായിട്ടാണ് എഴുതി കണ്ടത്. ജീവിതരേഖ എന്നത് ഒറ്റ വാക്കായി വരേണ്ടതാണ്. നാടമുറിച്ച് നാടകം എന്നൊരിടത്ത് കാണുന്നുണ്ട്. നാടമുറിച്ചെന്ന് പറയുന്നത് ഒറ്റ വാക്കായി എഴുതുന്നതാണ് മലയാളത്തിൻ്റെ രീതി. മറ്റൊരിടത്ത് നിയമന പട്ടിക എന്ന് രണ്ട് വാക്ക് കാണുന്നു. നിയമന പട്ടിക എന്നാണ് സാധാരണമായിട്ട് ചേർത്തെഴുതുക, അങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെ ചേർത്തെഴുതേണ്ടതിനെ പിരിച്ചെഴുതുമ്പോൾ വേറൊരു സ്ഥലത്ത് പിരിച്ചെഴുതേണ്ടതിനെ ചേർത്തെഴുതുന്ന രീതി കണ്ടു. ലോക്സഭ എന്ന പാർലമെൻറ്റിൻ്റെ പേരുണ്ടല്ലോ, അത് ലോക് സഭ എന്ന രണ്ട് വാക്കാണ്. വേണമെങ്കിൽ മലയാളത്തിൽ അതിനെ ലോകസഭ എന്നാക്കാം. പക്ഷേ ഹിന്ദിയിലുള്ള ആ പേര് ലോക് സഭ എന്ന് രണ്ട് വാക്കായി തന്നെയാണ് എഴുതുന്നത്. ഇപ്പോൾ അച്ചടിയുടെ ഒരു സവിശേഷത കാരണമാണെന്ന് തോന്നുന്നു, കായും സായും കൂടെ ചേർന്നൊരു അവിയൽ വരാറുണ്ട്. അതായത് കായുടെ താഴെ സാ ചേർക്കുന്ന ഒരു ഏർപ്പാട്. ലോക്സഭ എന്ന 4 അക്ഷരമുള്ള വാക്കിനെ 3 അക്ഷരത്തിലേക്ക് ചുരുക്കുന്ന ഒരു രീതിയാണത്. ചുരുക്കി പറഞ്ഞാൽ അത് കാണുമ്പോൾ കായുടെ താഴെ ഒരു സായെ മടക്കിക്കുത്തി ചവിട്ടിക്കൂട്ടി വെച്ചിരിക്കും പോലെ തോന്നും. ഈ ഏർപ്പാടിന് പകരം വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് ലോകസഭ എന്നൊക്കെ പറഞ്ഞാൽ പോരെ. ഇതോടുകൂടി ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.